Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണസദ്യയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നാരങ്ങ കറിയാണ്. വലിയ കറിനാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഓണസദ്യയിൽ ഒരു പ്രധാന വിഭവമാണ് ഈ നാരങ്ങ അച്ചാർ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് കിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓണം ഇനിയിപ്പോൾ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പിക്കിളൊക്കെ ഉണ്ടാക്കുക. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് ടേസ്റ്റും മണവും രുചിയും ഒക്കെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഈ വലിയ നാരങ്ങ അച്ചാറാണ്. അതിന് നമ്മൾ ഇനി അരിഞ്ഞെടുക്കണം. സദ്യക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ നാരങ്ങ ഉപയോഗിച്ചാണ്. ഓണസദ്യക്കും എല്ലാത്തരം സദ്യക്കും നമ്മൾ ഉണ്ടാക്കുന്നത് ഈ നാരങ്ങയാണ്. അപ്പോൾ ഇനി ചെറിയ ചെറിയ പീസായി നമ്മൾ മുറിച്ചെടുക്കണം. ഇതിനെ ഓരോന്നിനെയും ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതുപോലെ ഇത് മുഴുവനും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ കുറച്ച് സമയമായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കൂടെ ഇപ്പോൾ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. അതുവരെ നമുക്ക് ഇത് ഇളക്കുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ സ്റ്റേജ് എത്തി. ഇടയ്ക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതാ ഈ സ്റ്റേജ് എത്തി. ഇനി നമുക്ക് ഇതിനെ മാറ്റിയിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ വേറെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 2 വറ്റൽമുളക്, ഈ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇത് കാശ്മീരി ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി,
തീ ഓഫ് ചെയ്തു. ഈ എണ്ണയുടെ ചൂട് മതിയാകും, ഇത് ചൂടായി വരാൻ.